നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം 30 കോടി ദേവതകളുള്ള ഭാരതത്തിൽ പഞ്ചഭൂതങ്ങൾക്കും ദേവതകളുണ്ട്. വിഷ്ണു ആകാശത്തിൻ്റെയും, ദേവി വായുവിൻ്റെയും, ശിവൻ അഗ്നിയുടെയും, ഗണപതി ജലത്തിൻ്റെയും, സൂര്യൻ ഭൂമിയുടെയും അധിദേവതകളാണ്. ദേവതാക്ഷേത്രങ്ങളും അവയുടെ പൂജാ സമ്പ്രദായങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അതത് ഭൂതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അവയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഭക്തരെ സഹായിക്കുന്നു. ദക്ഷിണ ഭാരതത്തിൽ പഞ്ചഭൂതത്തിൽ ഓരോന്നിനു വേണ്ടിയും ഓരോ ശിവക്ഷേത്രമുണ്ട്. ചിദംബരത്ത് ശിവനെ ആകാശലിംഗമായും, കാളഹസ്തിയിൽ വായുലിംഗമായും, തിരുവണ്ണാമലയിൽ അഗ്നിലിംഗമായും, തിരുവണൈക്കോവിലിൽ ജലലിംഗമായും, കാഞ്ചീപുരത്ത് പൃഥ്വിലിംഗമായും ആരാധിക്കുമ്പോൾ ശിവഭക്തർ 5 ഭൂതങ്ങളുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തി ഭൂമിയെ വാസയോഗ്യമാക്കാൻ ശ്രദ്ധിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ലഘുതായ മൂലം പ്രാകൃതപുരുഷേഷു യാഞ്ചാ രാമാദപിക ശൂര സ്മരശരനിഹതോ നയ ചലതി. കിം ലഘുതായ മൂലം പ്രാകൃതപുരുഷേഷു യാഞ്ചാ രാമാദപിക ശൂര സ്മരശരനിഹതോ നയ ചലതി. സന്ധ്യാദീപം അടുത്തതായി ശങ്കരസ്തോത്രാമൃതമാണ്. ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലിക സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 31 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. അവിടെ അവസാനം ചോദിച്ചു, ആരാണ്, എന്തിനെ കൊണ്ടാണ് ഒരാൾ ശോച്യനാകുന്നത്? മറുപടി പറഞ്ഞു, ധാരാളം വിഭവങ്ങളുണ്ടെങ്കിലും ദാനം ചെയ്യായിക എന്നതുണ്ടെങ്കിൽ അയാൾ ശോച്യനായിത്തീരുന്നു എന്ന്. തുടർന്ന്
കിം ലഘുതായാ മൂലം പ്രാകൃതപുരുഷേഷു യായാഞ്ച രാമാദപി കഃ ശൂരഃ സ്മരശരനിഹതോ ന യശ്ചലതി. കിം ലഘുതായാ മൂലം പ്രാകൃതപുരുഷേഷു യായാഞ്ച രാമാദപി കഃ ശൂരഃ സ്മരശരനിഹതോ ന യശ്ചലതി. കിം ലഘുതായാഹ മൂലം, ലഘുതയുടെ മൂലം എന്താണ്? ലഘുത എന്ന് പറഞ്ഞാൽ ലാഘവം. അപ്പം ലാഘവത്തിൻ്റെ മൂലം എന്താണ്? മൂലകാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ കഴിയുന്നവരായാലും നമുക്ക് ഗൗരവം വേണം. ഗൗരവം എന്ന് പറയുമ്പോൾ വ്യക്തിത്വത്തിൻ്റെ കരുത്താണ്. വ്യക്തിത്വത്തിൻ്റെ കരുത്താണ്. ഗുരോഹോ ഭാവം, ഗുരുവായ ഭാരിച്ച ഭാവം. വ്യക്തിത്വത്തിനൊരു ഒരു ഒരു ഗൗരവം എല്ലാവർക്കും വേണം, ഏത് മേഖലയിൽ കഴിയുന്നവരായാലും. നേരെ മറിച്ച് ലഘുത വന്നു കഴിഞ്ഞാലോ എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് ആരാലും ആദരിക്കപ്പെടാത്ത അവസ്ഥ നമുക്ക് വരും. ഒന്നിനും കൊള്ളാത്തവൻ എന്ന് മുദ്ര ചാർത്തപ്പെടും. അങ്ങനെ സമൂഹത്തിൽ എല്ലാ പ്രകാരത്തിലും ഒന്നിനും കൊള്ളാത്തവനെന്ന് മുദ്ര ചാർത്തപ്പെടുന്നതാണ് ലഘുത്വം അഥവാ ലഘുത. ഈ ലഘുതയുടെ മൂല കാരണം എന്താണ്? എങ്ങനെയാണ് ഒരാൾ ലഘുവാകുന്നത്? ഇതാണ് ചോദ്യം. മറുപടി പ്രാകൃത പുരുഷേഷു യായാഞ്ച. പ്രാകൃത പുരുഷന്മാരിൽ യാചന ചെയ്യുന്നതാണ് ലഘുതയുടെ മൂലം. നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പലരോട് ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പണം ആവശ്യപ്പെട്ടെന്ന് വരും, കടം ചോദിച്ചെന്ന് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും സേവ ചോദിച്ചെന്ന് വരും. എനിക്ക് നിങ്ങൾ ഇന്ന സേവ ചെയ്യൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഔദാര്യം നിങ്ങൾ ചെയ്തു തരൂ, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലതിനു വേണ്ടി നമ്മൾ പലരോട് ചോദിക്കാറുണ്ട്. അങ്ങനെ പരസ്പരം ചോദിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ലോകസാമാന്യ സ്വഭാവമാണ്. അതിൽ തെറ്റില്ല. മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും നമുക്ക് മറ്റു പലരോടും പലതും ചോദിക്കേണ്ടതായിട്ട് വരും, പലർക്കും കൊടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെ പരസ്പരം ചോദിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സാമാജിക ജീവിതം ശ്രേഷ്ഠമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രാകൃതന്മാരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് വിനയായിട്ട് വരും. പ്രാകൃതന്മാർ എന്ന് പറഞ്ഞാൽ പ്രകൃതി വശകരാണ്. ഒട്ടും തന്നെ സംസ്കാരമില്ലാത്തവർ, ഒട്ടും സംസ്കാരമില്ലാതെ തീർത്തും പ്രകൃതി വശകരായി വൈകാരിക ഭാവങ്ങളെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്നവർ, അവരാണ് പ്രാകൃതന്മാർ, പ്രകൃതി വശകന്മാർ. കണ്ടത് തത്കാലത്തേക്ക് മാത്രം പ്രസക്തമായി അനുഭവിക്കുന്നു, അതിൻ്റെ പിന്നാലെ പോകുന്നു. ഒട്ടും തന്നെ പരിഷ്കൃതരല്ല, ഒട്ടും തന്നെ സംസ്കൃതരല്ല. അങ്ങനെയുള്ള ജനങ്ങളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അവർ നമ്മളെ ഇടിച്ചു താഴ്ത്തി കാണും എന്ന് മാത്രമല്ല, നമ്മളെ സമൂഹമധ്യത്തിലും ഇടിച്ചു താഴ്ത്തി അവതരിപ്പിക്കും. എന്ന് മാത്രമല്ല, അവർ വീണ്ടും നമ്മളോട് പലത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് നൽകാൻ നമുക്ക് സാധിക്കാത്ത പക്ഷം അവർ നമ്മളെ വളരെ നിന്ദിക്കും. ഇനി സാധിച്ചാലോ പിന്നീട് വീണ്ടും ചോദിക്കുമ്പോൾ സാധിക്കാതെ വന്നാൽ നിന്ദിക്കും. അപ്പോൾ ഏത് വിധത്തിൽ നോക്കിക്കഴിഞ്ഞാലും പ്രാകൃത ജനങ്ങളോട് എന്തെങ്കിലും കാര്യസാധ്യത്തിന് യാചന ചെയ്യുന്നത് നമ്മുടെ എല്ലാ ഗൗരവവും ഇല്ലാതാക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് പ്രാകൃത ജനങ്ങളോട് യാചിക്കേണ്ട അവസ്ഥ വരരുതേ എന്ന് സങ്കല്പിച്ച് ജീവിക്കുക വേണ്ടത്. എന്താ ഉള്ളത് വെച്ചാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, എന്താ ഇല്ലാത്തത് വെച്ചാൽ ഇല്ലാത്തത് കൊണ്ട് തൃപ്തിപ്പെടുക. എന്ത് ബാഹ്യമായ ഭൗതികമായ ക്ലേശം അനുഭവിക്കേണ്ടി വന്നാലും അനുഭവിക്കുക. അതാണ് പ്രാകൃതന്മാരോട് യാചന ചെയ്യുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠം. ഇത് നമുക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാനും അനുവർത്തിക്കാനും സാധിക്കണം. അപ്പോൾ ലഘുതയുടെ മൂലം എന്ത് എന്ന ചോദ്യത്തിന് മറുപടി പ്രാകൃതജനേഷു യായാഞ്ച സാ ലഘുതായാഹ മൂലം എന്ന്. അടുത്ത ചോദ്യം, രാമാദപിക്ക ശൂരഃ. രാമനേക്കാൾ ശൂരനാര്? രാമനാണ് ഏറ്റവും വലിയ ശൂരൻ. രാമ ശസ്ത്രഭൃതാമഹം, ആയുധമേന്തിയവരിൽ ഞാൻ രാമനാണ് എന്ന് ഭഗവത്ഗീത തന്നെ പറയും. എപ്പോഴും ധർമ്മരക്ഷണത്തിന് വേണ്ടി നിരന്തരം രാക്ഷസ നിഗ്രഹം ചെയ്ത ആളാണ് രാമൻ.
വെറും 3.25 നാഴിക കൊണ്ട് 14,000 രാക്ഷസന്മാരെ ഹനിച്ചവനാണ് രാമൻ. ഖരദൂഷണ ത്രിശിരസ്സുകൾ. അത് കഴിഞ്ഞ് രാമരാവണ യുദ്ധത്തെപ്പറ്റി പറയുമ്പോൾ ഉപമാകുശലനായ വാൽമീകിക്ക് പോലും വാക്കുകളില്ല. അപ്പോൾ ഏറ്റവും വലിയ ശൂരൻ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സന്ദേഹം പറയാം, ശ്രീരാമനാണ് ഏറ്റവും വലിയ ശൂരൻ. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്, രാമനേക്കാൾ വലിയ ശൂരൻ ആര്? സാമാന്യമായിട്ട് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം രാമനേക്കാൾ വലിയ ശൂരൻ അറിയില്ല എന്നാണ് പറയുക. എന്നാൽ ഇവിടെ മറുപടി പറയുകയാണ്, സ്മരശരനിഹതഃ യഹ ന ചലതി. സ്മരശരനിഹത, സ്മരൻ്റെ കാമദേവൻ്റെ ശരങ്ങളാൽ നിഹതനായാലും യഹ യാതൊരാളാണോ ന ചലതി, ചലിക്കാത്തത്, അവനാണ് ശ്രീരാമനേക്കാൾ ശൂരൻ. കാമദേവൻ്റെ അമ്പുകളേറ്റാൽ ഒരുവിധം ആൾക്കാരൊക്കെ വീണുപോകും. കാമദേവൻ്റെ അമ്പുകളെന്ന് പറയുമ്പോൾ ഇതര ലിംഗത്തിലേക്ക് ആകർഷണം തോന്നിക്കുന്നതാണ്. ആണിനെ സംബന്ധിച്ച് പെണ്ണിനടിമയാക്കുന്നു, പെണ്ണിനെ സംബന്ധിച്ച് ആണിനടിമയാക്കുന്നു. അങ്ങനെ വിഷയഭോഗ ലാലസത കൊണ്ട് നമ്മൾ അതിൽ വീണു പോകുന്നു. അപ്പോൾ കാമദേവൻ്റെ അമ്പേൽക്കുക എന്ന് പറഞ്ഞാൽ അത് വീണത് തന്നെയാണ്. എന്നാൽ ആരാണോ കാമദേവൻ്റെ അമ്പേറ്റിട്ടും ഒരൽപ്പവും കുലുങ്ങാത്തത്, ഒരിളക്കവും വരാത്തത്, സ്വരൂപസ്ഥിതിയിൽ ഉറച്ചിരിക്കുന്നത്, അവനാണ് രാമനേക്കാൾ വലിയ ശൂരൻ എന്നാണ് പറയുന്നത്. വളരെ ചിന്തനീയമായ ഒരു പ്രയോഗമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. കളമൃദുസ്മിതം